എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ തോഷിറോയെയും ആ ചുന്ദരി പെണ്ണിനെയാണ് കാണിക്കുക. അവർ രണ്ടുപേരും ചേർന്ന് കോർട്ടിന്റെ ഗേറ്റ് അത് തല്ലി തകർക്കും. തോഷിറോ ഗേറ്റ് തകർത്ത് അകത്തേക്ക് കയറി വരും. അപ്പൊ അവര് കാണും ഒരുപാട് പേര് അവിടെ അങ്ങനെ ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്. കോർട്ടിന്റെ ഉള്ളിലുണ്ടായിരുന്ന ജഡ്ജിമാരും അവരുടെ അഡ്വക്കേറ്റ്സും അങ്ങനെ എല്ലാവരും വളരെ ബ്രൂട്ടലായിട്ട് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. തോഷിറോ ആണെങ്കിൽ അവരുടെ ബോഡി ചെക്ക് ചെയ്യും. അവർ മരണപ്പെട്ടിട്ട് ഒരുപാട് നേരം കഴിഞ്ഞു. ഇപ്പൊ നടക്കുന്ന ആ വലിയ വാറ് അതിനൊക്കെ ഒരുപാട് നേരം മുൻപ് തന്നെ ആ ഒരു കോർട്ട് അത് സീൽ ചെയ്യപ്പെട്ടിരുന്നു. അവർ കൊല്ലപ്പെട്ടിരുന്നു. ഇവർ ഒരുപാട് സമയം മുൻപേ കൊല്ലപ്പെട്ടെങ്കിൽ റുക്കിയയുടെ മരണം അത് ഇത്രയും നേരത്തെ ആക്കിക്കൊണ്ട് ഓർഡർ ഇട്ടത് അതാരായിരിക്കും? ഇവിടെയുള്ള ജഡ്ജികൾക്ക് മാത്രമേ ആ ഒരു അതോറിറ്റി ഉള്ളൂ. സോ അവരെ കൊന്ന് മറ്റാരോ ആണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അതാരാണെന്ന് കണ്ടെത്തണം. സോൾ സൊസൈറ്റിയിൽ നടക്കുന്ന ഈ ക്രൈമുകൾക്കും അതുപോലെ തന്നെ റുക്കിയെ കൊല്ലാൻ ശ്രമിക്കുന്നതും എല്ലാം തന്നെ മറ്റാരോ ആണ്. തോഷിറോയ്ക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന്റെ എല്ലാം പിന്നില് ക്യാപ്റ്റൻ ഗിൻ അവൻ തന്നെയായിരിക്കും. അവനെ കൊണ്ടല്ലാതെ ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ക്യാപ്റ്റൻ ഗിന്നിന്റെ ലൂട്ടനന്റ് അവനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ട് നിൽക്കുകയാണ്. അടുത്ത നിമിഷം തോഷിറോ അവനെ കണ്ട് അവന്റെ പിന്നാലെ ഓടും. അതിനവനാണെങ്കിൽ വിളിച്ചു പറയും, നീ ഇപ്പൊ ആവശ്യമില്ലാതെ എന്റെ പിന്നാലെ വന്നിട്ട് യാതൊരു കാര്യവും ഇല്ല. മോമോ അവളിപ്പോ അപകടത്തിലാണ്. എത്രയും വേഗം നീ അവളെ രക്ഷിച്ചിട്ടില്ല എങ്കിൽ അവളുടെ ജീവൻ അത് നഷ്ടപ്പെടും. അത് കേട്ട് തോഷിറോ ഡബിൾ ഷോക്കാവും. ആ ലൂട്ടനന്റ് ആണെങ്കിൽ വീണ്ടും തോഷിറോട് പറയും, മോമോ അവള് സെൻട്രൽ 46ലേക്ക് എത്തി. അത് ഈ സോൾ സൊസൈറ്റിയുടെ തന്നെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മേഖലയാണ്. അവിടെ അവളുടെ ജീവൻ നഷ്ടപ്പെടാൻ ചാൻസ് വളരെ കൂടുതലാണ്. തോഷിറോയ്ക്കാണെങ്കിൽ വേറെ വഴിയില്ലാതെ അവന്റെ അസിസ്റ്റന്റ് ആ ചുന്ദരി പെണ്ണ് അവളോട് അവന് ഫോളോ ചെയ്യാൻ പറഞ്ഞ് മോമോ പെണ്ണിനെ അവളെ കണ്ടെത്താനായി അവൻ പറഞ്ഞ ആ ഒരു ലൊക്കേഷൻ അത് ലക്ഷ്യമാക്കി അവനങ്ങനെ കുതിച്ചു പായും. നിമിഷം ആ കീര ലൂട്ടനന്റ് അവൻ അവിടെ സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കുകയാണ്. അത് കണ്ട് നമ്മുടെ ചുന്ദരി പെണ്ണ് അവിടുന്ന് ഷോക്കാവും. കാരണം ഇതെല്ലാം തന്നെ കിരയുടെ മാസ്റ്റർ പ്ലാൻ മാത്രമാണ്. എങ്ങനെയെങ്കിലും തോഷിറോയെ അവിടെ നിന്ന് ഒഴിവാക്കണം. അതിനുശേഷം ആ ചുന്ദരി പെണ്ണിനെ അവളെ ഒറ്റയ്ക്ക് അവന്റെ കയ്യിൽ കിട്ടണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൻ തോഷിറോയോട് പറഞ്ഞത്. കേരയാണെങ്കിൽ ഇപ്പൊ അവന്റെ സമ്പത്തു അത് പുറത്തേക്കെടുക്കും. നിനക്കെന്റെ സമ്പത്തുവിന്റെ പവർ എന്താണെന്നറിയോ? ഇതുകൊണ്ട് എനിക്ക് പലതും ചെയ്യാൻ കഴിയും. അതെന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവനവന്റെ സമ്പത്തു അതങ്ങനെ വീശുകയാണ്. അത് കണ്ട് ചുന്ദരി പെണ്ണ് അവളും അവളുടെ സമ്പത്തും എടുത്ത് കേരയുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഫൈറ്റ് ഒരു ഘട്ടം എത്തുമ്പോൾ നമ്മുടെ ചുന്ദരി പെണ്ണിന് അവളുടെ സമ്പത്തു അതങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. കേര അവന്റെ സമ്പത്ത് ഉപയോഗിച്ച് അവളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലാവും. ഞൊട്ടിയിടയിൽ അവളുടെ അൺകൺട്രോൾഡ് ആയ സമ്പത്തു അതങ്ങനെ കയ്യിലേക്ക് എടുത്ത് അതിന്റെ ഫസ്റ്റ് ഫോം അത് റിലീസ് ചെയ്യും. കട്ട് ചെയ്ത ഇവിടെ മോമോ അവളാണെങ്കിൽ പേടിച്ച് സെൻട്രൽ 46ന്റെ തൊട്ടടുത്തൊന്ന് നിൽക്കുകയാണ്. അവളാണെങ്കിൽ ആ കോർട്ടിന്റെ അകത്തേക്ക് വരും. അടുത്ത നിമിഷം അവിടെ ജഡ്ജസ് എല്ലാം മരിച്ചു കിടക്കുന്നത് കണ്ട് അവൾ ഡബിൾ ഷോക്കാവും. ഇവർക്കിത് എന്ത് സംഭവിച്ചു? ആരായിരിക്കും ഇവരെ കൊന്നിട്ടുണ്ടാവുക? അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം എന്തോ ഒരു വലിയ മിസ്റ്ററി ഉണ്ട്. റുക്കിയെ കൊല്ലാനായിട്ട് ഏതൊക്കെയോ വലിയ ശക്തികൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഈ ജഡ്ജസ് ഇവരെല്ലാവരും കൊല്ലപ്പെട്ടത്. തീർച്ചയായിട്ടും അതാരാണെന്ന് കണ്ടെത്തണമെന്ന് പറഞ്ഞ് അവൾ പതിയെ അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴായിരിക്കും സാക്ഷാൽ ഗിൻ അവനിപ്പോ അവളുടെ തൊട്ടു പുറകിലേക്ക് വരിക. അവനെ കാണേണ്ട താമസം അവൾ ഒരു സെക്കൻഡ് ഞെട്ടും. ഗിന്നാണെങ്കിൽ ഇപ്പോ മോമയോട് പറയും, ഞാൻ ആക്ച്വലി നിനക്ക് വേണ്ടിയാണ് ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നത്. നിന്നെ ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ, ഒരാളെ നിനക്ക് പരിചയപ്പെടുത്തി തരാൻ. അത് കേട്ട് മോമോ ആണെങ്കിൽ ഗിന്നിനെ ഫോളോ ചെയ്ത് അങ്ങനെ മുൻപോട്ടേക്ക് നടന്നു വരും. അപ്പോൾ അവൾ കാണും കൊല്ലപ്പെട്ടു എന്ന് എല്ലാവരും കരുതിയ അവളുടെ ക്യാപ്റ്റൻ സാക്ഷാൽ ഐസനെ. അത് കണ്ട് അവൾ ഒരു സെക്കൻഡ് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. ക്യാപ്റ്റൻ ഐസൻ ആണെങ്കിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവൾ അതുകൊണ്ട് ഷോക്കായി ക്യാപ്റ്റൻ ഐസനെ ഹഗ് ചെയ്യാണ്. ക്യാപ്റ്റൻ ആണെങ്കിൽ ചിരിച്ച് അവളെ അങ്ങനെ സ്വീകരിച്ച് മാറോടണയ്ക്കും. ആക്ച്വലി ക്യാപ്റ്റൻ ഐസൻ ആള് ഒരു കോൺസ്പിറൻസി ക്രിയേറ്റ് ചെയ്യാനാണ് ഇങ്ങനൊരു ഡ്രാമ അതെല്ലാം തന്നെ ചെയ്ത് തീർത്തത്. മാത്രമല്ല ക്യാപ്റ്റൻ ഐസൻ ഒരു നല്ല ആളല്ല. ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ മോമോ ആണെങ്കിൽ ആളെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ച് അങ്ങനെ ഹഗ് ചെയ്ത് കരയും. ആക്ച്വലി എന്തുകൊണ്ടായിരിക്കും ക്യാപ്റ്റൻ ഐസൻ തോഷിറോയെ ആളെ ഫോക്കസ് ചെയ്യുന്നത്? മാത്രമല്ല ഇതുപോലൊരു സൂയിസൈഡ് ഡ്രാമ അതെന്തിനായിരിക്കും നടത്തിയത് എന്നൊക്കെ അവൾ ചിന്തിക്കുന്ന അതേസമയം ക്യാപ്റ്റൻ ഐസൻ ആളൊരു സ്ക്വാഡ് എടുത്ത് മോമോയുടെ നെഞ്ചിൽ തന്നെ ആഞ്ഞ് കുത്തുകയാണ്. ചോര തുളുമ്പി വേദനയിൽ അവൾ ഉറച്ച് നിലവിളിക്കും. അവളുടെ സ്വന്തം ക്യാപ്റ്റൻ സാക്ഷാൽ ഐസൻ അവളോട് അങ്ങനെ ചെയ്യുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവൾക്കാണെങ്കിൽ ഒരക്ഷരം പോലും പറയാൻ കഴിയാതെ ചോരയിൽ കുളിച്ച് മോമോ താഴേക്ക് വീഴും. അത് കണ്ട് ഐസൻ ആള് ഗിന്നുമായിട്ട്
പുറത്തേക്ക് വരികയാണ്. അടുത്ത നിമിഷം തോഷിറോ അവരുടെ മുൻപിലേക്ക് വരികയാണ്. തോഷിറോയ്ക്കാണെങ്കിൽ അവന്റെ കണ്ണുകളെ വിശ്വസിക്കാനായിട്ട് കഴിയില്ല. കാരണം എല്ലാവരും മരിച്ചു എന്ന് കരുതിയ സാക്ഷാൽ ഐസൻ ആളിതാ ജീവനോട് കൂടെ അവന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. വലിയൊരു ഞെട്ടലോട് കൂടെ അവൻ ക്യാപ്റ്റൻ ഐസനെ നോക്കും. ഇതെങ്ങനെ സംഭവിച്ചു? നിങ്ങൾ മരിച്ചില്ലേ? നിങ്ങളുടെ സബോർഡിനേറ്റ്സ് അടക്കം സോൾ സൊസൈറ്റിയിലുള്ള എല്ലാവരും കരുതിയിരിക്കുന്നത് ക്യാപ്റ്റൻ ഐസൻ കൊല്ലപ്പെട്ടു എന്നാണ്. അതിന്റെ പേരിൽ സോൾ സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അത് കേട്ട് ഐസൻ ആണെങ്കിൽ പൊട്ടിച്ചിരിച്ച് ഇപ്പൊ ദൂരത്തായിട്ട് ജീവന് വേണ്ടി പോരാടുന്ന മോമോയെ ചൂണ്ടിക്കാണിക്കും. തോഷിറോ അവനാണെങ്കിൽ മോമോയുടെ അടുത്തേക്ക് ഓടിയെത്തും. ജീവന്റെ അവസാന ചില തുടിപ്പുകൾ മാത്രമാണ് അവളുടെ അടുത്ത് ബാക്കിയുള്ളത്. അവള് ജീവന് വേണ്ടി പെടയുന്നത് കണ്ട് ഇപ്പൊ ക്യാപ്റ്റൻ ഐസൻ അവനാണെങ്കിൽ അങ്ങനെ ക്യാഷ്വലായിട്ട് ചിരിക്കും. അവ മറ്റുള്ളവരുടെ ഇമോഷൻസ് അത് വെച്ച് കളിച്ച് അവരെ ക്രൂരമായിട്ട് കൊന്നു കളയും. ഇപ്പോഴാണ് തോഷിറോയുടെ യഥാർത്ഥ ഈവൾ, ഇപ്പോഴാണ് ക്യാപ്റ്റൻ ഐസന്റെ ഈവിൾ സ്വഭാവം അത് തോഷിറോ തിരിച്ചറിയുന്നത്. കൺട്രോള് പോയ തോഷിറോ ആണെങ്കിൽ അവന്റെ ബാങ്കായി അതങ്ങനെ സ്പോട്ടിൽ റിലീസ് ചെയ്ത് ഐസന്റെ നേർക്ക് വരികയാണ്. അപ്പോഴായിരിക്കും സാക്ഷാൽ ഉനാഹാനയും അവളുടെ ലൂട്ടനന്റും അവർ രണ്ടുപേരും അവിടേക്ക് വരിക. അവർ രണ്ടുപേരും ഈ കാഴ്ചകളൊക്കെ കണ്ട് വണ്ടറടിച്ച് നിൽക്കും. മരിച്ചു എന്ന് കരുതിയ ഐസൻ ആൾ ജീവനോടുകൂടെ നിൽക്കുകയാണ്. ക്യാപ്റ്റൻ തോഷിറോ ആണെങ്കിൽ ആളുടെ ബാങ്കായി പവറുമായിട്ട് ക്യാപ്റ്റൻ ഐസനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അവൻ ക്യാപ്റ്റൻ ഐസനെ അറ്റാക്ക് ചെയ്ത് അവൻ്റെ ഐസ് പവറിൽ നോട്ടിയിടയിൽ ഫ്രീസ് ചെയ്യും. പക്ഷെ അത് ക്യാപ്റ്റൻ ഐസനാണ്. അവൻ്റെ പവർ വളരെ കൂടുതലാണ്. ഐസൻ ആണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ആ ഒരു ഐസ് മുഴുവനായിട്ടും തകർത്ത് ഇപ്പോ തോഷിറോയെ അറ്റാക്ക് ചെയ്ത് താഴെയിടും. ക്യാപ്റ്റൻ ഉനഹനയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ട് ഷോക്കാവുകയാണ്. ക്യാപ്റ്റൻ ഐസൻ, സ്റ്റോപ്പ് ദ ഫക്ക്! നിങ്ങൾ എന്തായി ചെയ്യണേ? എന്തിനു വേണ്ടിയാണ് ഈ ഡ്രാമയൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണേ? നിങ്ങൾ മരിച്ചു എന്നറിഞ്ഞ് ആ ഒരു ഡെഡ് ബോഡി അത് ഞാൻ ചെക്ക് ചെയ്തതാണ്. അത് പെർഫെക്റ്റ് ആയിട്ടും നിങ്ങളുടെ ബോഡി പോലെ തന്നെയായിരുന്നു. അത് കേട്ട് ക്യാപ്റ്റൻ ഐസൻ ആളാണെങ്കിൽ ചിരിക്കാണ്. എന്റെ സമ്പത്തുവിന് ഒരു സ്പെഷ്യൽ പവർ ഉണ്ട്. അതുപയോഗിച്ച് എനിക്ക് ആരെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാനും ഹാലുസിനേറ്റ് ചെയ്യാനും ഒക്കെ കഴിയും. എന്റെ സമ്പത്തുവിന്റെ സഹായത്താൽ ഞാൻ ചെയ്ത ഒരു ഡ്രാമ അത് മാത്രമായിരുന്നു ഇതെല്ലാം. ക്യാപ്റ്റൻ ഐസൻ ആണെങ്കിൽ അത്രയും പറഞ്ഞ് ഒരു ഡെമോൺസ്ട്രേഷൻ അതിപ്പോ അവർക്ക് മുൻപിൽ കാണിച്ചു കൊടുക്കുകയാണ്. ആ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടി അവിടേക്ക് തന്നെ നോക്കും. ഐസൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അതേ സമയം തന്നെ ഗിൻ അവനാണെങ്കിൽ അവന്റെ സമ്പത്ത് ഉപയോഗിച്ച് ഒരു പ്രത്യേക പവറൊക്കെ റിലീസ് ചെയ്ത് രണ്ടുപേരും അവിടുന്ന് അങ്ങനെ ടെലിപ്പോർട്ടായി ദൂരേക്ക് പോകും. ഞൊടിയിടയിൽ അവർ രണ്ടുപേരും ഇപ്പൊ റാഞ്ചിയും റുഖയുള്ള ആ ലൊക്കേഷനിലേക്ക് വരികയാണ്. അവർ രണ്ടുപേരെയും കണ്ട് റാഞ്ചിയും റുഖയും അവർ രണ്ടുപേരും ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.